ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പാസ് ചെയ്യാനായി വീഡിയോ എടുക്കുന്നത്. അതായത് ഞങ്ങളിപ്പോൾ പോളിടെക്നിക് സെക്കൻഡ് സം മാത്സിൻ്റെ ക്ലാസ്സസ് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ MBA ഡിസംബർ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA ഇംഗ്ലീഷിൻ്റെ അഡ്മിഷൻസും ഓൺഗോയിങ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. BA ഇംഗ്ലീഷ് കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ BCom കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. അഡ്മിഷൻസും നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പാർട്ട് 1 ഇംഗ്ലീഷ് മേഴ്സി ചാൻസ് കമ്മിങ് എക്സാം 2025 മാർച്ച് ഏപ്രിൽ എക്സാമിൻ്റെ ക്ലാസ്സസും ഓൺഗോയിങ് ആണ്. അതിൻ്റെ അഡ്മിഷൻസും നടക്കുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളിപ്പോൾ MSc മാത്സിൻ്റെ ഫസ്റ്റ് സം സെക്കൻഡ് സം ക്ലാസ്സസ് നമ്മൾ ഒരു 2 വീക്സ് ബിഫോർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാംസ് വരുന്നത് 12th ഈ ഡിസംബറാണ് എക്സാംസ് വരുന്നത്. ഫുൾ പോർഷൻസ് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. വളരെ സക്സസ്ഫുള്ളായിട്ട് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. തേർഡ് സം ഫോർത്ത് സെമ്മിൻ്റെ അഡ്മിഷൻസ് ആഫ്റ്റർ എക്സാം അഡ്മിഷൻസ് ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ കറൻ്റ്ലി MSc മാത്സ് ഫസ്റ്റ് സം സെക്കൻഡ് സെമ്മിൻ്റെ അഡ്മിഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ. MSc മാത്സിൻ്റെ കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഫസ്റ്റ് സം സെക്കൻഡ് സെമ്മിൻ്റെ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ക്ലാസ്സസ് ഞാൻ ജാനുവരി 1 തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ പാർട്ട് 1 ഇംഗ്ലീഷ് 2025 മേഴ്സി ചാൻസസ് അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. ക്ലാസ്സസ് ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് ഒത്തിരി ഗ്രാമർ പോർഷൻസൊക്കെ വർക്കൗട്ട് ചെയ്യണം. അതുപോലെ essays ഒക്കെ ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളോട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ട്. കാരണം ഇപ്പോൾ നടന്ന പാർട്ട് 1 ഇംഗ്ലീഷ് 2024 മേഴ്സി ചാൻസ് എക്സാമിൽ എനിക്ക് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. കണ്ണൂർ, ആലപ്പുഴ, കോഴിക്കോട്, തൃശ്ശൂർ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ കണ്ണൂരുള്ള സ്റ്റുഡൻസൊക്കെ ഹോസ്റ്റലിൽ വന്ന് നിന്നിട്ടാണ് ഞങ്ങളുടെ അവിടെ വന്നത് തന്നെ. അപ്പോൾ ഭയങ്കര എക്സ്ട്രീം ഹാപ്പിനെസ്സിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസും പാസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്. BA BComൻ്റെ ഒരുപക്ഷെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ച് അറിയാത്തതായിരിക്കാം അവർ പാസ്സാവാത്തത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാത്തതായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ അവിടെ വന്ന് അവരെല്ലാം ഹാർഡ് വർക്കിംഗ് ആണ്. അതാ എന്നെ അത്രയും ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ടാലൻ്റായിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞങ്ങളവിടെ വന്ന് ക്ലാസ്സസൊക്കെ എടുത്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നൈറ്റ് 10 to 12 PM വരെ, സംടൈംസ് അത് 12:30 PM വരെ ക്ലാസ്സസ് ആവാം. ഇവരെല്ലാ സ്റ്റുഡൻസും വർക്കിംഗ് ആണ്. സോ അവർ നൈറ്റ് ബാച്ചാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ 10 PM to 12 AM വരെയുള്ള ക്ലാസ്സസ്സാണ് ആ ഒരു ടൈമിലുണ്ടായിരുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എല്ലാം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് അവർ അത്രയും പങ്ക്ച്വൽ ആയിട്ട് അവർ ക്ലാസ്സസിന് ജോയിൻ ചെയ്യുമായിരുന്നു. ഓക്കെ. ഓൾട്ടർനേറ്റീവ് ക്ലാസ്സസ് ആയിരുന്നാൽ ക്ലാസ്സസ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് വയ്ക്കേണ്ട ടൈമും ഉണ്ടായിട്ടുണ്ട്. കാരണം സ്റ്റുഡൻസ് ഭയങ്കര എനർജറ്റിക്കാണ്, അവർ ഭയങ്കര വില്ലിങ് ആയിരിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തിന് കുറച്ച് ലേസി ആവണമെന്ന് ഞാൻ തിങ്ക് ചെയ്തതാണ്. അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള, അവർക്കത് കിട്ടണമെന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കരമായിട്ട് എനർജറ്റിക്കായിട്ട് മാറിയായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ക്ലാസ്സുണ്ട്, അതുപോലെ ഈവനിങ് ക്ലാസ്സുണ്ട്, നൈറ്റ് ക്ലാസ്സും വരുന്നുണ്ടായിരുന്നു പാർട്ട് 1 ഇംഗ്ലീഷിന് മാത്രമായിട്ട്. പക്ഷെ എല്ലാ സ്റ്റുഡൻസും പാസ്സായിട്ടുണ്ട്. അതെനിക്ക് പഠിക്കുന്ന ടൈമിൽ എനിക്കറിയാം അവർ പാസ്സാകും എന്നുള്ളത്. അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. സോ ഐ എം ടോട്ടലി ഹാപ്പി വിത്ത് ദാറ്റ് സ്റ്റുഡൻസ്. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മൾ ഏത് ക്ലാസ്സസും MBA BAയുടെ ഏത് സ്ട്രീമും ഓക്കെയാണ്. BA അതുപോലെ BComൻ്റെതാവട്ടെ, പിന്നെ ഏത് യൂണിവേഴ്സിറ്റീസും നോ പ്രോബ്ലം. അത് SN ഓപ്പൺ യൂണിവേഴ്സിറ്റി ആവട്ടെ, ഇഗ്നോ ആവട്ടെ, കേരള യൂണിവേഴ്സിറ്റി ആവട്ടെ,
ഏത് ക്ലാസ്സസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാക്സിമം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.